കുറച്ച് നാളുകൾക്ക് മുമ്പ് പെരുമാനൂർ പള്ളിയിൽ വിശുദ്ധാനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു അവിടെ എറണാകുളത്താണ് പെരുമാനൂർ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു താമസക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു ദിവസം ഞങ്ങളുടെ വീട് വരണം, വീട് നമ്മുടെ തങ്കി അടുത്താണ്, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടച്ചാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം, വീട്ടിൽ വരാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു മനോഹരമായ ടൈലറ്റൊക്കെ ഒരു വീടൊക്കെയാണ്. എന്നിട്ട് ഈ വീട്ടിൽ 4 സ്ഥലത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു അടി, ഒരു സ്ക്വയർ അടി നീളത്തിൽ ഇങ്ങനെ ഒരു ചതുരത്തിൽ ടൈലൊക്കെ എടുത്ത് മാറ്റി മണ്ണിട്ട് മൂടിയൊക്കെ 4 എണ്ണം കഴിഞ്ഞു. പിന്നെ ഇതെന്താ ഇവിടെ ഇടായിരുന്നു? പൊന്നച്ചാ അവിടെ നിന്നാണ് കൂടോത്രം എടുത്തത്. 4 സ്ഥലത്തു നിന്ന് എടുത്തിട്ടുണ്ട്, ഇനി 2 എണ്ണം കൂടെ എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആരെടുത്താ? അതൊരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്ന അയാൾ പറഞ്ഞു കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ കൂടോത്രം എടുത്തച്ചാൽ ശത്രുക്കളായി ഒരുത്തനും നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയില്ല. ഒരു അന്ധകാര ശക്തിയുടെയും പേര് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് മന്ത്രവാദത്തിനോ ഗൂഢോത്രത്തിനോ ഒന്നും ഫലിക്കാൻ കഴിയില്ല. കാരണം സംഖ്യയുടെ പുസ്തകത്തിൽ 23 പറയുക, ഇസ്രായേലിന് ആഭിചാരം ഏൽക്കുകയില്ല. ഇസ്രായേലിന് ആഭിചാരം ഏൽക്കുകയില്ല. കാരണം എൻ്റെ അപ്പനെ പരിപാലിക്കുന്നിടത്തോളം കാലം അപ്പന്റെ ശക്തിക്ക് ഒരു പരിമിതികളില്ലാത്തത്രയും ആഴമുള്ള ശക്തി ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് മന്ത്രവാദത്തിന് ഫലിക്കാൻ അല്ല ഗൂഢോത്രത്തിനോ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവബോധത്തിലേക്ക് ഒരു ദൈവ പൈതൽ വളരും. ആ വളർച്ചയുടെ പേരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓടുകയാണ്. എങ്ങോട്ടാ? എവിടെയൊക്കെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ നാൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അച്ഛൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറയുക, അച്ഛാ എൻ്റെ അടുക്കൽ വീട്ടിലൊരു പ്രാർത്ഥനക്കാരൻ വന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പറയുക, കുടുംബത്തിൽ 7 തലമുറകളുടെ ശാപമുണ്ടെന്ന് പറയാം. 7 തലമുറകൾക്ക് മുമ്പുള്ള ശാപമുണ്ടെന്ന്. എന്നിട്ട് ഇദ്ദേഹം ഇതിനു വേണ്ടിയിട്ട്, ഈ ശാപം മാറാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഉപദേശിച്ചു കൊടുത്തത്രേ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിപ്പിക്കണം. അത് ചൊല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ആശ്രമങ്ങളിലാണ് പോകുന്നത്. കാരണം ഇടവക വികാരിച്ചന്മാർക്ക് ഇടവക കുർബാനകളുണ്ട്. അപ്പോൾ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിലെ ശാപങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതിൻ്റെ കാര്യം? അപ്പോൾ പറഞ്ഞു, കുടുംബത്തിൽ ശാപങ്ങളുണ്ടോ? ശാപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിപ്പിക്കുന്നതെന്നറിയാം? ഇതാരാ പറഞ്ഞേ? അപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്ന ബ്രദർ പറഞ്ഞതാണെന്ന് പറഞ്ഞു. എന്താണ് ഗ്രിഗോറിയൻ കുർബാന എന്ന് ബ്രദറിനോട് ചോദിച്ചോ? അത് 30 കുർബാന ചൊല്ലണതാണ്, ഒരു ഇതിന് വേണ്ടിയിട്ട് ചൊല്ലുന്നതാണ്. അപ്പോൾ ഗ്രിഗോറിയൻ കുർബാന ഓരോ ആശ്രമങ്ങളിലാണ് എടുക്കുന്നത്. 30 കുർബാന ഒരുമിച്ച് ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നു. അതിന് നല്ലൊരു ഭീമമായ തുക വരും. അതായത് ഒരു കുർബാനയുടെ ഈ കുർബാന ചൊല്ലുന്ന വൈദികൻ മറ്റ് കുർബാനകളൊന്നും ചൊല്ലുന്നില്ല, ഈ നിയോഗത്തിന് വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് ചൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര രൂപയാണ് വെച്ചാൽ അതിന് വേണ്ടത്? ഇപ്പം ഞാൻ പറഞ്ഞു, അന്ന് 6000 രൂപയാണ് ഈ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് എടുക്കുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുക. എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, അച്ഛാ 5000 രൂപയേ ഉള്ളൂ,
അത് ഞങ്ങളുടെ കുടുംബത്തിൽ സ്വയാശ്രയ സംഘത്തിൽ എവിടെ നിന്നോ ലോൺ എടുത്തിട്ട് കൊണ്ടുവന്നതാ. 5000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇനി 1000 രൂപയ്ക്ക് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല. അദ്ദേഹം വിഷമിച്ച്. ഞാൻ പറഞ്ഞു, ഗ്രിഗോറിയൻ കുർബാന ചൊല്ലണമല്ലോ, 6000 രൂപയാണ് ഗ്രിഗോറിയൻ കുർബാന ചൊല്ലാൻ വേണ്ടത്. അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഗ്രിഗോറിയൻ കുർബാനയെന്നോ എന്താണ് ദൈവമെന്നോ ദൈവത്തിൻ്റെ സ്നേഹമെന്നോ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ആ മനുഷ്യൻ വന്ന് അങ്ങനെ താങ്കളെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പിച്ച് ഈ ഒരു സങ്കടാവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ഗ്രിഗോറിയൻ കുർബാന വീട്ടിലുണ്ടാകുന്ന കല്യാണ തടസ്സം, ആ തടസ്സം, ഈ തടസ്സം അതിനു വേണ്ടിയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് മരിച്ചവർക്ക് വേണ്ടിയിട്ട്, മരിച്ചൊരാത്മാവിന് വേണ്ടിയിട്ട് പ്രത്യേക സാഹചര്യത്തിൽ, അപൂർവങ്ങളായ സാഹചര്യങ്ങളിൽ ചൊല്ലുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന കുർബാനയാണ്. അപ്പൊ ഇയാളുടെ വീട്ടിലെ പ്രശ്നങ്ങളും, ഇയാളുടെ മകന് ജോലി പഠിപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ല, ജോലിക്ക് തടസ്സം 7 തലമുറകൾക്ക് മുമ്പുള്ള ശാപമാ. മകളുടെ കല്യാണം നടക്കുന്നില്ല, 7 തലമുറകൾക്ക് അപ്പുറമുള്ള ശാപമാ. ഭാര്യയുടെ അസുഖങ്ങൾ. അപ്പൊ ഇങ്ങനെ ഓരോരോ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം 7 തലമുറകൾക്ക് അപ്പുറമുള്ള ശാപമാണ്. ആ ശാപം മാറാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ വിലയിടിച്ചു കളയരുത്. തിരുസഭ ഒരു ഗ്രിഗോറിയം കുർബാന ചൊല്ലണമെങ്കിൽ അതിന് അതിൻ്റെതായ തക്കതായ സാഹചര്യങ്ങൾ, അപൂർവങ്ങളായ ഒരു സാഹചര്യങ്ങളുണ്ടായി, അതിന് വ്യക്തമായ അടയാളമുണ്ടെങ്കിൽ ആ ഒരു മരിച്ചൊരാത്മാവിന് വേണ്ടിയിട്ടും മാത്രം സമർപ്പിക്കുന്ന ഒരു കുർബാനയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ വിശ്വസിക്കാം, അച്ഛൻ പ്രാർത്ഥിക്കാം, ഒരു കുർബാന ചേട്ടനെ എഴുതിപ്പിക്കുക, ഒരു കുർബാന എഴുതിപ്പിക്കുക. അവിടെ കുർബാനയ്ക്ക് 150 രൂപ 150 രൂപ വാങ്ങിച്ചു, ബാക്കി കൊണ്ടുപോയി ലോൺ തിരിച്ചടച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചയച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം എന്നെ കുറേ വിഷമിപ്പിച്ചു. കാരണം നമ്മളൊക്കെ എല്ലാവരും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും ഒക്കെ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓടിച്ചെല്ലും. അവരും ഇവരൊക്കെ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ ചെയ്യും. എന്തിനാ? ഇതങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്താ, പലരും നമ്മളെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസമാണ് മേപ്പാടി പള്ളിയിലെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം, ഈ അഭാനുഭവ ധ്യാനത്തിൻ്റെ കഴിഞ്ഞ ശേഷം ഒരാൾ പറയുവാനായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ, അച്ഛാ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ കുറേ സന്തോഷമുണ്ട് അച്ഛാ, വീട്ടിൽ ഭയങ്കര പ്രയാസമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഒരിക്കൽ ഒരു ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അച്ഛൻ പറഞ്ഞു, പതുക്കെ വന്നിട്ടും പറയുകയാണ്, അച്ഛൻ പറഞ്ഞു, എനിക്കകത്തേക്ക് കയറാൻ പറ്റണില്ല, എനിക്കകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ അച്ഛൻ തിരിച്ചു പോയെന്ന് പറയാ. ഞാൻ പറഞ്ഞു, അത് വീടിൻ്റെ പ്രശ്നം കൊണ്ടല്ല, അച്ഛൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു. വീടിൻ്റെ പ്രശ്നം കൊണ്ടല്ല, അച്ഛൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഏതച്ഛനാണെങ്കിലും ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാനും അന്ധവിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാനും ഏതാണ് എളുപ്പമെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും, അന്ധവിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുകയാണ് എളുപ്പമെന്ന് പറയും. ഭയങ്കര എളുപ്പമാ. അന്ധവിശ്വാസം പഠിത്താൻ എളുപ്പമാ. പക്ഷെ വിശ്വാസം പഠിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് പറഞ്ഞാൽ ആർക്കും വേണ്ട. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവം ആരാണെന്നതിനെ കുറിച്ചും ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം തീവ്രതയുള്ള സ്നേഹവും ആഴമുള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ഇല്ല. പക്ഷേ ദൈവത്തിന് ശാപം, ആ ശാപം, ഈ ശാപം, ശാപം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ ആളുണ്ട്. സകല ശാപങ്ങളും ഇപ്പൊ നമ്മൾ ആരാധനാക്രമത്തിന്റെ ഭാഗമായി നമ്മൾ മൂടിയിട്ടേക്ക്, സകല ശാപങ്ങളും തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി മരിച്ചു കടന്നുപോയ ഒരു ദൈവത്തെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്.
എന്റെയും നിങ്ങളുടെയും ഒക്കെ എല്ലാ സകല ശാപങ്ങളും തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി, പീഡകൾ ഏറ്റുവാങ്ങി, മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ നോമ്പുകാലത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിനെ കുരിശിൽ തറക്കാൻ കാരണം എന്താണെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് യേശുവിനെ കുരിശിൽ തറച്ചത്? നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാസഹനം എല്ലായ്പ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത്? ആരെങ്കിലും പറയാമോ? നമുക്ക് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അവര് കുരിശിൽ തറച്ചത്? യേശുവിനെ കുരിശിൽ തറക്കാനുള്ള കാരണം എന്താ? പാപികൾക്ക് വേണ്ടിയിട്ടാണ്. അതല്ല, കുരിശിൽ തറക്കാനുള്ള കാരണം എന്താണ്? യേശു പാപികൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. പക്ഷേ അന്നത്തെ യഹൂദജനം യേശുവിനെ കുരിശിൽ തറക്കാനുള്ള കാരണം എന്താ? നിങ്ങളോട് ചോദിക്കണം. എന്താണ് ചോദിക്കുക? ഇപ്പോൾ ഒരു അക്രൈസ്തവയായ ഒരാൾ വന്നിട്ട് ചോദിക്കല്ലോ, ഒരു അക്രൈസ്തവനായ ഒരാൾ വന്നിട്ട് എന്താണ് യേശുവിനെ കുരിശിൽ തറക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയും? എന്താ കൂട്ടാ? യേശു ലോകത്തിൽ നിന്ന് അല്ലാത്തത് കൊണ്ട്. കൊള്ളാം, താത്വികമായ നല്ലൊരു. യേശു ലോകത്തിൽ നിന്ന് അല്ലാത്തത് കൊണ്ടാണ് യേശുവിനെ കുരിശിൽ തറച്ച. നല്ല മിട്ടുക്കം കൂട്ടൻ. ബൈബിളിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം. യേശുവിനെ വധിക്കാനുള്ള കാരണം, പശ്ചാത്തലം, യേശു സാപത്തിലൊക്കെ എല്ലാം രോഗശാന്തിയൊക്കെ നൽകി. അതൊക്കെ കണ്ട് കുറേ പേര് യേശുവിലേക്ക് വരികയാണ്. പക്ഷേ യേശുവിനെ കുരിശിൽ തറക്കാനുള്ള കാരണം അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇതുമൂലം, അതായത് യേശു 17-ാം വചനം, യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. 17-ാം വചനം. 18-ാമത്തെ വചനം അവിടുത്തെ, ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കി ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. അതാണ് അവർ ഏറ്റവും വലിയൊരു കുറ്റമായിട്ട് കാണുന്നത്, യേശുവിനെ കുരിശിൽ തറക്കാൻ വേണ്ടിയിട്ട്. യേശു ഈ ലോകത്തിന് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് നിൽക്കുന്ന സമയമാണ്. ബെത്സൈദ കുളക്കടവിൽ 38 വർഷമായിട്ട് തളർവാദം പിടികെട്ടവനൊക്കെ അവനെ സുഖപ്പെടുത്തിയിട്ടൊക്കെ ഇങ്ങനെ നല്ല സ്വീകാര്യനായിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയം യേശു വേണമെങ്കിൽ ഒരു സകല പ്രാഭവനായ ഒരു ദൈവമുണ്ടോ, അവൻ്റെ പേര് വിളിക്കാൻ പോലും നമ്മൾ ആരും യോഗ്യരല്ല, അവൻ്റെ ഇങ്ങനെ ആ പ്രാഭവമേറിയൊരു ദൈവത്തെയാണ് യേശു കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ എളുപ്പമായിരുന്നു. കാരണം മോശ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ മോശയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അത്രയും പ്രാഭവമുള്ള ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ അവർ കേട്ടിട്ടുള്ളത്. മൂടവിട വിട്ട് മാത്രമേ മോശയുടെ മുഖം പോലും ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാഭവമേറിയൊരു ദൈവത്തെ അവർ പഠിച്ചിരുന്നു. അങ്ങനെയൊരു ദൈവത്തെ പഠിപ്പിക്കുക എളുപ്പമായിരുന്നു. യേശുവിന് വേണമെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. സ്നാപക യോഹന്നാനെ അവർ ഭയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാ? സ്നാപക യോഹന്നാൻ പഠിപ്പിച്ചു കൊടുത്തത് വീശുമുറം കൈകളിലുള്ള വൃക്ഷങ്ങളുടെ വേരിന് കോടാൽ വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവത്തെയാണ് സ്നാപകയോഹന്നാൻ, കോടാൽ വയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് സ്നാപകയോഹന്നാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അണലി സന്തതികളെ എന്ന് വിളിച്ചു. അഭിസംബോധന ചെയ്യുന്നത് അണലി സന്തതികളെ എന്നാണ്. ഒന്ന് ഓർത്തു നോക്കുക. അലക്സ് അച്ഛൻ ഇവിടുത്തെ ഞായറാഴ്ച പ്രസംഗത്തിന് വന്നിട്ടും പ്രിയപ്പെട്ട അണലി സന്തതികളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം പറഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? പുറത്തിറങ്ങി വെച്ചേക്കുക. പക്ഷേ സ്നാപകയോഹന്നാൻ അങ്ങനെ പറഞ്ഞിട്ട് ആർക്കും പ്രശ്നം ഉണ്ടായില്ല. കാരണം എന്താ? സ്നാപകയോഹന്നാൻ പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്നത് പ്രാഭവമേറിയ ഈ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു വിധിയാളനായ കർത്താവിനെ കുറിച്ച് പറഞ്ഞ വൃക്ഷങ്ങളുടെ വേരിന് കോടാൽ വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. വൃക്ഷങ്ങളുടെ വേരിന് കോടാൽ വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. വീശുമുറ അവന്റെ കയ്യിലുണ്ട്. അവൻ വീശും, നെല്ലും പതിനും വേർതിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിയുടെ സ്വരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഭീഷണി സ്വരം പറഞ്ഞപ്പോൾ തോക്കുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ കയ്യിൽ പിടിക്കുന്ന പട്ടാളക്കാർ പോലും വന്നിട്ട് ചോദിച്ചു, ഈ എന്താ പറയുക അല്പവസ്ത്രധാരിയായ ഈ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം അണിഞ്ഞ ഈ വെട്ടുകിളികളും കാട്ടുതേനും മാത്രം ഭക്ഷിക്കുന്ന ഈ ഒരു അശ്വായ മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് ഈ പട്ടാളക്കാർ പോലും ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുക. സ്നാപക യോഹന്നാനെ തൊടാൻ വേണ്ടി രാജാവിന് പോലും പേടിയായിരുന്നു എന്നുള്ളത്. ഹെരോദേസിന് പോലും പേടിയായിരുന്നു സ്നാപക യോഹന്നാനെ വധിക്കാൻ. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാക്കിനെ പ്രതിപാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവന് പ്രവാചകനായി കണ്ടിരുന്നു. പക്ഷേ യേശുവിനെ വധിക്കാൻ ആർക്കും ഒരു പേടിയുണ്ടായിരുന്നില്ല. യേശുവിനെ ഭ്രാന്താന്ന് വിളിക്കാൻ ആർക്കും ഒരു മടിയുണ്ടായിരുന്നില്ല. യേശുവിനെ മദ്യപാനി എന്ന് വിളിക്കാൻ ആർക്കും ഒരു മടിയുണ്ടായിരുന്നില്ല. യേശുവിന്റെ കൂടെ അടുത്തേക്ക് ചെല്ലാൻ ആർക്കും ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പാപികൾക്കും ചുങ്കക്കാർക്കും എല്ലാവർക്കും യേശുവിന്റെ അടുക്കിലേക്ക് പോകാൻ പറ്റുന്നു. കാരണം എന്താ? യേശു കൊണ്ടുവന്ന, യേശു ചിത്രീകരിച്ചു കൊടുക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത്, മക്കളെ, ദൈവം പിതാവിനെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം പിതാവിനെ പോലെ, എൻ്റെ പിതാവാണ് ദൈവം, എന്നിട്ട് നിങ്ങളുടെയും പിതാവാണ്. യേശു ശിഷ്യന്മാർ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്കും നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്കും പോവുകയാണ്. യേശു ദൈവത്തെ ഒരു പിതാവെന്ന് ചിത്രീകരിച്ചു കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധ്യാനത്തിന്റെ വിഷയം. ഈ ഒരു അനുഭവത്തിലേക്ക് വളരുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. പേടിച്ച് നമ്മൾ നരകത്തെയോ അല്ലെങ്കിൽ ശിക്ഷയോ പേടിച്ചുകൊണ്ടല്ല യേശുവിലേക്ക് അടുക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ഉള്ളത്. ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനാണെന്നുള്ളത്. ദൈവം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു അപ്പനാണ്, പ്രിയപ്പെട്ട അപ്പനാണ് എൻ്റെ ദൈവം എന്ന് ഉള്ള ഒരു ചിന്ത ഉണ്ട്. ആ ഒരു ചിന്തയാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് അടുപ്പിക്കാനുള്ളത്, ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാനുള്ളത്. ഒരു സർക്കസുകാരൻ ഒരു ഞാണ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ നടന്ന് നീങ്ങുകയാണ്. ഒരു താഴെ വലിയ ഗർത്തമുണ്ട്. ഈ ഗർത്തത്തിലേക്ക് വീഴാൻ, ഗർത്തത്തിന് കുറുകെയാണ് കെട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു കരയിൽ നിന്നും ഈ ഞാണിൽ കൂടെ നടന്ന് 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 അക്കരെ എത്തി. കണ്ടു തന്നിരുന്നവരെല്ലാം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം നടന്ന് നടന്ന് അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ കൈയടിക്കുക, ഇദ്ദേഹത്തിനെ അനുമോദിക്കുകയാണ്. ഹർഷാരവത്തോടുകൂടെ അദ്ദേഹത്തെ ഇങ്ങനെ അനുമോദിക്കുമ്പോൾ അദ്ദേഹം അവരുടെയൊക്കെ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ഇതിന് കുറുകെ നടന്നത് നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഇതിന് കുറുകെ നടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ആദ്യം നിന്നെ സംശയിച്ചിരുന്നു, പക്ഷെ നീ നടന്നു പോയത്, ഇത്ര സ്കൂളായിട്ട് ഇങ്ങനെ നടന്നു പോയത് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാ നിനക്ക് ഇത് ഒന്നല്ല പലതവണ ഇതിൻ്റെ കുറുകെ നിനക്ക് നടക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു പറയാം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കുറുകെ നടന്നു പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ തോളത്ത് കയറിയിരുന്ന് ഞാൻ നടക്കുമ്പോൾ എൻ്റെ തോളത്ത് കയറിയിരിക്കുവാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ ഇതിന് കുറുകെ നടന്നു പോകുമ്പോൾ, ഈ അപകടം നിറഞ്ഞ വഴിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ, ഈ ഞാണിന്മേൽ കൂടി നടന്നു പോകുമ്പോൾ, താഴത്തുള്ള ഗർത്തം ഇങ്ങനെ എന്നെ വിഴുങ്ങാൻ ഇങ്ങനെ വാർത്തയോടുകൂടെ വായ് പിളർന്നിരിക്കുന്ന ഈ ഗർത്തത്തിന്റെ മുകളിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ തോളത്ത് കയറിയിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? എല്ലാവരും നിശബ്ദരായ, ആരും മിണ്ടുന്നില്ല. പെട്ടെന്ന് കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടി, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അവൻ പറഞ്ഞു, ഞാൻ കയറിയിരിക്കാമെന്ന് പറയാം. അങ്ങനെ അവൻ ആ മനുഷ്യൻ്റെ തോളത്ത് കയറിയിരുന്നു. അയാൾ നടന്നു. എല്ലാവർക്കും ആകാംക്ഷയായി. ആദ്യം നടന്നതിനേക്കാൾ കൂടുതൽ ആകുലതയോടുകൂടെ എല്ലാവരും ഉത്കണ്ഠയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ തോളത്ത് കയറിയിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചാണ് ആകുലത. കൊച്ചങ്ങനെ ഇരിക്കുകയാണ്. യാത്ര തുടങ്ങി, നടന്ന് അക്കരെ പോയി. അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോട് ആർപ്പ് വിളിച്ചുകൊണ്ട് ഇയാൾക്ക് കരഘോഷം കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ അടുക്കിലേക്കാണ് എല്ലാവരും ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, കുട്ടി, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ആ മനുഷ്യൻ്റെ തോളത്ത് കയറിയിരുന്നു കൊണ്ട് അക്കരയ്ക്ക് പോകാൻ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുക, അതെൻ്റെ അപ്പനാണെന്ന് പറയുക. അതെൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ്റെ തോളത്ത് കയറിയിരിക്കാൻ എനിക്ക് പേടിയില്ലെന്നേ. ഞാൻ ഏത് അപകടം നിറഞ്ഞ പാതയിലൂടെ കടന്നു പോവുകയാണെങ്കിലും
എൻ്റെ അപ്പൻ്റെ തോളത്ത് ഞാൻ കയറിയിരിക്കുന്നിടത്തോളം കാലം, അപ്പൻ്റെ പിടിയിൽ ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ സുരക്ഷിതനാണ്, എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 27:1 പറയുന്നത്, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ കർത്താവിനെ നമ്മുടെ അപ്പനായി കാണാൻ കഴിയണം. ഈശോ അവതരിപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പൻ്റെ സ്വഭാവമാണ്. അപ്പൻ എങ്ങനെയാ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, അതുപോലെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ്റെ സ്നേഹം നമുക്കറിയാം. അപ്പൻ ഒരിക്കലും ഒരു കുഞ്ഞ് വഴിതെറ്റിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുഞ്ഞ് വഴിതെറ്റിപ്പോകാൻ ഒരു അപ്പനും ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും തൻ്റെ കുഞ്ഞ് നേരായ പാതയിലൂടെ നടക്കണം. എൻ്റെ കുഞ്ഞ് നേരായ പാതയിലൂടെ നടക്കണം. എൻ്റെ കുഞ്ഞിന് നന്മ വരണം. എൻ്റെ കുഞ്ഞിനെപ്പോഴും അപകടമില്ലാത്ത പാതയിലൂടെ കടന്നു പോകണം. എൻ്റെ കുഞ്ഞിനൊരിക്കലും പുഴുക്കുത്തുകളോ ഏൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുന്നവൻ്റെ പേരാണ് അപ്പൻ എന്ന് പറയുന്നത്. അപ്പൻ എന്ന് പറയുന്നത് ദൈവം അങ്ങനെയാ നമ്മളെ, യേശു അങ്ങനെയാ ഒരു ദൈവത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത്. നമ്മുടെ അപ്പനാണ് ദൈവം. അപ്പാ എന്ന് വിളിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, കർത്താവെ, എല്ലാവരും ഗുരുവെ, എല്ലാവരും യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ എല്ലാം അവര് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കുന്നു, അല്ലെ? ഫരിസേയരുടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈശോ പഠിപ്പിച്ചു, മക്കളെ വാ. എന്നിട്ട് പറഞ്ഞു, കണ്ണുകളടച്ചോ, എന്നിട്ട് സ്നേഹത്തോടെ വിളിച്ചോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ അപ്പ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ എന്ന് വിളിക്കാനാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തന്നത്. ഈശോ പഠിപ്പിച്ചത് അതാണ്, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുക. ആ അപ്പന് മഹത്വം കൊടുക്കാം. കാരണം എന്താണ്? ഈ അപ്പൻ എപ്പോഴും ജാഗ്രതയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു കെട്ടിടത്തിന് തീ പിടിച്ചതിനെ കുറിച്ചൊരു കഥ വായിച്ചു കേട്ടിട്ടുണ്ട്. തീ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴോ പുകപടലങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. മുകളിൽ ഒരു കുഞ്ഞ് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും, ഫയർഫോഴ്സ് എല്ലാ ആൾക്കാരും വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞിനോട് പറഞ്ഞു, നല്ല വലയൊക്കെ വിചാരിച്ചു, കുഞ്ഞെ നീ താഴത്തേക്ക് ചാടുക, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഞാൻ ചാടില്ല എന്ന് പറഞ്ഞു കൊച്ചു അവിടെ നിന്ന് കരയുകയാണ്. കുറേന് ശേഷമാണ് കൊച്ചിന്റെ അപ്പൻ ഇതറിഞ്ഞു വരുന്നത്. നോക്കുമ്പോ കുഞ്ഞവിടെ മുകളില. അവിടെ നിന്നുകൊണ്ട് അപ്പം വിളിച്ചു, മകനെ നീ താഴത്തേക്ക് ചാടിക്കോ. അപ്പോ കൊച്ചിന് അപ്പന്റെ സ്വരം മനസ്സിലായി. കേട്ടപ്പോ മനസ്സിലായി, അപ്പ എനിക്ക് അപ്പായെ കാണാൻ പറ്റില്ല, കുഞ്ഞെ നീ താഴത്തേക്ക് ചാടിക്കോ, അപ്പ പിടിക്കാം. കുഞ്ഞുവിന്റെ അപ്പ, എനിക്ക് അപ്പനെ കാണാൻ പറ്റുന്നില്ല, അപ്പായെ കാണാൻ പറ്റുന്നില്ല. അപ്പം പറഞ്ഞു, മകനെ നീ താഴത്തേക്ക് ചാടിക്കോ, നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ല എങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ ഒരുപക്ഷെ ദൈവത്തെ കാണാൻ പറ്റണമെന്നില്ല. കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്നിട്ട് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റണില്ല, ആരാധന നടത്തിയിട്ട് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, വചനം വായിച്ചിട്ട് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, പല പല ആത്മീയ ശുശ്രൂഷകളിൽ ഞാൻ പങ്കെടുത്തിട്ട് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. വിഷമിക്കണ്ട കുഞ്ഞെ, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എങ്കിലും ദൈവത്തിന് നിന്നെ കാണാം. നിനക്ക് നിന്റെ അപ്പനെ കാണാൻ പറ്റുന്നില്ല എങ്കിലും ആ അപ്പന് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ കൃപ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആപ അനുഭവത്തിലേക്ക്, ഈ ദൈവത്തെ പിതാവേ എന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈശോ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോ ഈ ലോകത്തിൽ മനുഷ്യനെ അവതരിച്ചു കഴിഞ്ഞപ്പോഴോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അപ്പോൾ ഈ ഈശോ പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ ദൈവത്തെ പിതാവെന്ന് ഉൾക്കൊണ്ടത് എങ്ങനെയെന്ന് ധ്യാനിച്ചെടുക്കുന്നത് നല്ലതാണ്. ഒന്നാമത്, ആദ്യമായി യേശു തൻ്റെ ആപാനുഭവത്തിലേക്ക് വളരുന്നത് മംഗളവാർത്താ സമയത്താണ്. മംഗളവാർത്തയുടെ സമയത്ത് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുകയാണ്,
നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. പരിശുദ്ധ കന്യകയിലേക്ക് പുത്രനെ വാസം ചെയ്യുവാൻ തേടിയിട്ട് ദൈവം ഒരുക്കിയ ആ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ആഭാനുഭവത്തിലേക്കുള്ള മനുഷ്യപുത്രനായ ദൈവത്തിൻ്റെ വളർച്ച, യേശു ക്രിസ്തുവിൻ്റെ വളർച്ചയുടെ ആരംഭമായിരുന്നു. പിന്നീട് കാലം കടന്നുപോയി. കർത്താവായ യേശു യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശിമയോൻ കരങ്ങളിലെടുത്തിട്ട് പറയുകയാണ്, ഇവൻ അനേക മനുഷ്യരുടെ ഉയർച്ചയ്ക്കും അനേകരുടെ തകർച്ചയ്ക്കും കാരണമായി മാറും. ഇവൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയാണ് എന്ന് മറിയത്തോടും ലോകത്തോടും പറയുകയാണ്. അതുകൊണ്ടാണ് ശിമയോൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ ദാസനെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണം സകല മർത്യർക്കും വേണ്ടിയിട്ട് അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുക. ശിശുവായ യേശുവിൻ്റെ അഭാനുഭവത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. വീണ്ടും ജ്ഞാനസ്നാനത്തിൻ്റെ സമയം, യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടും. യേശു സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്നും കയറുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നതും അവർ കാണുക. പെട്ടെന്ന് ഒരു സ്വരമുണ്ടായി, എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് ശിഷ്യന്മാരോ യേശു വളർന്നു വലുതായി പരസ്യ ജീവിതം ആരംഭിച്ചു. ശിഷ്യന്മാരെയും കൂടി താബോർ മലമുകളിലേക്ക് പോകുന്നു. താബോർ മലമുകളിലും യേശു രൂപാന്തരപ്പെട്ടു കഴിഞ്ഞപ്പോഴും ആ സമയത്തും ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത സ്വരമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ്റെ വാക്ക് ശ്രവിക്കുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ആബാപിതാവിൻ്റെ നിരന്തരമായുള്ള ആ ഒരു വെളിപ്പെടുത്തലുകൾ ഓരോരോ കാലഘട്ടങ്ങളിലും യേശു അനുഭവിച്ച് വളർന്നത് കൊണ്ടാണ് യേശുവിൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുടെ നേരിടേണ്ടി വന്ന സമയത്ത് യേശു തിരിച്ചു ഇത്രയും നേരം ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞ യേശു കേട്ടിരുന്ന് വളർന്ന യേശു പ്രലോഭനത്തിൻ്റെ സമയത്ത് സാത്താനെ നീയൊന്നുമല്ല, പിതാവാണ് എൻ്റെ ഏക പിതാവോ എന്ന്, എൻ്റെ പ്രിയ പിതാവോ എന്ന് ഉദ്ഘോഷിക്കുകയാണ് പ്രലോഭനങ്ങളെ കീഴടക്കിക്കൊണ്ട്. ലോകത്തിൻ്റെ പ്രലോഭനം, അപ്പത്തിൻ്റെ പ്രലോഭനം, ജഡത്തിൻ്റെ പ്രലോഭനം, സ്ഥാനമാനങ്ങളുടെ പ്രലോഭനം, ഇവയെല്ലാം വന്നുകൂടിയ സമയത്തൊക്കെ യേശുവിന് പറയാൻ കഴിഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മുടെ കുറവുകളൊന്നും പരിഗണിക്കാതെ ഞാൻ എൻ്റെ അപ്പൻ്റെ പ്രിയ മകനാണ്, പ്രിയ പൈതലാണെന്നുള്ള ബോധത്തിലേക്ക് വളരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാം വലിയ മാനസാന്തരവും വലിയ കൃപകളും ഒക്കെ നിറയുക. ആ കുട്ടിയെ പലതവണ പല ക്ലാസ്സുകളിൽ നിന്നും പുറത്താക്കി അവനെ ഡ്രോപ്പ് ഔട്ട് എന്ന് ആണ് അവനെ വിളിക്കപ്പെടുന്നത്. ഡ്രോപ്പ് ഔട്ടാണ്. എല്ലാ സ്കൂളുകളിൽ നിന്നും ഓരോരോ തവണ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് മാറ്റി. ചില കുട്ടികൾ അങ്ങനെയാണ്, കുസൃതി കൊണ്ട് സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് മാറ്റുകയാണ്. ടി സി വാങ്ങി പോവുക. അങ്ങനെ അന്നും അവനെ ഈ ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ്. അവൻ്റെ അപ്പനെ വിളിപ്പിച്ചു. അപ്പം വന്നു. HM സകല ഇവൻ്റെ കുറ്റങ്ങളുടെ പട്ടിക മുഴുവൻ ഇങ്ങനെ നിരത്തി. ഇവനിതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഈ കുട്ടി ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ്റെ ശിരസാണെങ്കിലോ നാണങ്ങൾ ലജ്ജ കൊണ്ട് താഴ്ന്നിരിക്കുകയാണ്. HM ഇത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ഹോസ്റ്റൽ വാർഡൻ വന്നിട്ടും പറയുകയാണ്, എന്ന് പറഞ്ഞ് താങ്കളുടെ മകനെ കുറിച്ച് ഹോസ്റ്റലിലുള്ള സകല ഇതും പറയുക, സകല കുറ്റങ്ങളും ഇങ്ങനെ പറയുക. അപ്പൻ അവസാനം അപേക്ഷിച്ചു, ഒരു ചാൻസ് കൂടെ കൊടുക്കാൻ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, നോ, ഇവിടെ സ്ഥാനമില്ല, കൊണ്ടുപോയിക്കോ. അങ്ങനെ
ആ കുട്ടിയെയും കൊണ്ട് അപ്പൻ സ്കൂളിൻ്റെ പടിയിറങ്ങുകയാണ്. അപ്പൻ അവനെ കാറിൽ കയറ്റി അവൻ കാറിൻ്റെ അറ്റത്തിരുന്ന് പുറത്തേക്ക് നോക്കുകയാണ്. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ പുറത്തേക്ക് നോക്കുകയാണ്. അപ്പൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അപ്പൻ വണ്ടി അങ്ങ് ഒതുക്കിയിട്ട് അവൻ വിളിച്ചു. അവൻ്റെ പേര് റിച്ചാർഡെന്ന്. റിച്ചി, നിങ്ങളുടെ അടുത്തിരിക്കാൻ പറഞ്ഞു. അവൻ മനസ്സോടെ അടുത്തിരുന്നപ്പോൾ അപ്പൻ അവൻ്റെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, റിച്ചി, ഹെഡ് മാസ്റ്ററിന് നിന്നെ വേണ്ടെങ്കിലും, നിന്റെ വാർഡന് നിന്നെ വേണ്ടെങ്കിലും അപ്പന് നിന്നെ വേണം. യു ആർ മൈ ബിലവഡ് സൺ, യു ആർ മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അത്രയും നേരം HM-ൻ്റെയും വാർഡൻ്റെയും കുറ്റപത്രികകളെല്ലാം ഇങ്ങനെ നിരത്തിയപ്പോഴൊന്നും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതിരുന്ന റിച്ചാർഡിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത്രയെല്ലാം കുറ്റങ്ങളെല്ലാം പറഞ്ഞിട്ടും അവരെല്ലാം അപ്പൻ ഇത്രയെല്ലാം കുറ്റപ്പെടുത്തിയിട്ടും തന്നെ സ്നേഹിക്കുന്നല്ലോ എന്നോർത്തപ്പോൾ ഈ റിച്ചാർഡിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാണ്. റിച്ചാർഡ് പറഞ്ഞു, അപ്പാ, എന്നെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ആക്കിക്കോ. ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അപ്പൻ്റെ കണ്ണ് ഇനി നിറയാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അപ്പൻ്റെ കണ്ണ് ഇനി നിറയാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയാണ്. കൊണ്ടുപോയി ഒരു സ്കൂളിൽ ചേർത്തു. റിച്ചാർഡ് പഠിച്ചു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അവൻ ഒരു സെമിനാരിയിൽ ചേർന്നു. അവൻ വൈദികനായി, മെത്രാനായി, കർദിനാൾ ആയി. അമേരിക്കയിലെ കാർഡിനൽ കുഷിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല ഒരു കർദിനാളായി ജീവിതം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ കൊച്ചിൻ്റെ, ഈ റിച്ചാർഡിൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായത്, ടീച്ചർ നൽകിയ ശിക്ഷകളോ അല്ലെങ്കിൽ വാർഡൻ നൽകിയ കുറ്റപത്രികയോ ഒന്നുമല്ല. മറിച്ച് തനിക്ക് ഇത്രയും കുറവുകളുണ്ടായിട്ടും, തനിക്ക് ഇത്രയും പോരായ്മകളുണ്ടായിട്ടും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ട്. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ട്. ഈ അപ്പൻ്റെ സ്നേഹം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ അപ്പൻ്റെ, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം പുതിയ ജീവിതമായി മാറുകയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയമില്ല, ഭയത്തിന് സ്ഥാനമില്ല. കാരണം എന്താ? മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകുകയില്ല എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈശോ ചോദിക്കുകയാ, മകൻ അപ്പൻ ചോദിച്ചാൽ തേളിനെ ആരെങ്കിലും കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ നല്ലവനായ പിതാവ് നിങ്ങൾക്ക് എത്ര അധികമായി നന്മ ചെയ്യുകയില്ല എന്ന്, എത്രയധികമായി കൃപകൾ ദൈവം നൽകുകയില്ല എന്ന് ഈശോ പഠിപ്പിക്കുക. അങ്ങനെ ഈശോ പഠിപ്പിച്ചു കഴിയുമ്പോൾ, ആ ഒരു ഈശോയുടെ പഠനത്തിലേക്ക് നമ്മൾ ആഴപ്പെട്ട് കഴിയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുത്തനും നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയുകയില്ല. ഒരു അന്ധകാര ശക്തിയുടെയും പേര് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് മന്ത്രവാദത്തിനോ ഗൂഢത്വത്തിനോ ഒന്നും ഫലിക്കാൻ കഴിയില്ല. കാരണം സംഖ്യയുടെ പുസ്തകത്തിൽ 23 പറയുക, ഇസ്രായേലിന് ആഭിചാരം ഏൽക്കുകയില്ല. ഇസ്രായേലിന് ആഭിചാരം ഏൽക്കുകയില്ല. കാരണം എൻ്റെ അപ്പനെ പരിപാലിക്കുന്നിടത്തോളം കാലം അപ്പൻ്റെ ശക്തിക്ക് ഒരു പരിമിതികളില്ലാത്തത്രയും ആഴമുള്ള ശക്തിയായതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് മന്ത്രവാദത്തിന് ഫലിക്കാൻ, അല്ല കൂടോത്രത്തിനോ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവബോധത്തിലേക്ക് ഒരു ദൈവ പൈതൽ വളരും. ആ വളർച്ചയുടെ പേരാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഓടുകയാണ്. എങ്ങോട്ടാണ്? എവിടെ നിന്നാണ് അതിന് പ്രതിവിധി കിട്ടുന്നത്? ചിലർ കണിയാൻ്റെടിക്ക് പോവും, ചിലർ മഷിനോട്ടത്തിന് പോവും, ചിലർ എന്താ പറയുക, പല പല കാര്യങ്ങളുടെ പിന്നാലെ പോകും. എന്നിട്ടോ അവർ നമ്മൾ ചൂഷണം ചെയ്യും. ഞാൻ
കുറച്ച് നാളുകൾക്ക് മുമ്പ് പെരുമാനൂർ പള്ളിയിൽ വിശുദ്ധാനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു അവിടെ എറണാകുളത്താണ് പെരുമാനൂർ എന്ന് പറയുന്നത്, അവിടെയുള്ള ഒരു താമസക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു ദിവസം ഞങ്ങളുടെ വീട് വരണം, വീട് നമ്മുടെ തങ്കി അടുത്താണ്, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടച്ചാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു വരാം, വീട്ടിൽ വരാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു മനോഹരമായ ടൈലിട്ടൊക്കെ ഒരു വീടൊക്കെയാണ്. എന്നിട്ട് ഈ വീട്ടിൽ 4 സ്ഥലത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരടി, ഒരു സ്ക്വയർ അടി നീളത്തിൽ ഇങ്ങനെ ഒരു ചതുരത്തിൽ ടൈലൊക്കെ എടുത്ത് മാറ്റി മണ്ണിട്ട് മൂടിയൊക്കെ 4 എണ്ണം കഴിഞ്ഞു. പിന്നെ ഇതെന്താ ഇവിടെ ഇടായിരുന്നു? എൻ്റെ പൊന്നച്ചാ, അവിടെ നിന്നാണ് കൂടോത്രം എടുത്തത്. 4 സ്ഥലത്തു നിന്ന് എടുത്തിട്ടുണ്ട്, ഇനി 2 എണ്ണം കൂടെ എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആരെടുത്താ? അതൊരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്ന അയാൾ പറഞ്ഞു കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ കൂടോത്രം എടുത്തച്ചാ അവിടുന്ന്. മറ്റു ചുറ്റും ശത്രുക്കളാണ് അച്ഛാ കൂടോത്രം എടുത്തേക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എന്നിട്ട് എന്താണ് ചെയ്തത്? അപ്പോൾ ഈ കൂടോത്രം കൊണ്ട് എന്ത് ചെയ്ത്? അപ്പോൾ പറയാ, അച്ഛാ അത് ഇവിടെ ഒന്നും നിർവീര്യമാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ദൂരെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിലവിനൊക്കെ ഭയങ്കര ചിലവുള്ള കാര്യം. ഞാൻ എത്ര ഒരെണ്ണം എടുക്കുന്നതിന് 10,000 രൂപ വീതം വാങ്ങിച്ചേക്കുക. ഒരെണ്ണം എടുക്കുന്നതിന് 10,000 രൂപ നിർവീര്യമാക്കുന്നതിന് എടുത്ത് 4 സ്ഥലത്ത് നിന്ന് എടുത്തേക്കുക. ഇനിയും ഉണ്ടെന്നാ പറയുക. ഇപ്പം ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്നും ഒന്നും നിർവീര്യമാക്കാൻ വേണ്ടി ഇത് ഇവിടെ നിന്ന് വെച്ച് നമ്മൾ നിർവീര്യമാക്കിയാൽ ഇനി അയാൾ വരികയാണ് എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ പറയുക, ഇതെടുത്തേക്കുക, നിർവീര്യമാക്കണ മെഷീൻ മേടിച്ചിട്ടുള്ള ഒരച്ഛനെ ഞങ്ങൾക്കറിയാം, ആ അച്ഛൻ നിർവീര്യമാക്കിക്കോളും, അതെടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. പോയി. പിന്നെ അത് പ്രാവശ്യം വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പറഞ്ഞ് എടുക്കാൻ വന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉപജീവന മാർഗമാണ്. നമ്മൾ അന്ധവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവത്തിലെ വിശ്വാസം നമ്മൾക്ക് കുറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ ചൂഷണം ചെയ്യും. ദൈവീക വരങ്ങൾക്ക്, ദൈവീക കൃപകൾക്ക് ഒരിക്കലും ആർക്കും പണം കൊടുത്തത് വാങ്ങാൻ പറ്റില്ല. ആരെങ്കിലും പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, അത് സാത്താന്റെ ഗണിയാണ്. നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണും. നിങ്ങളുടെ വിശ്വാസം ശോഷിച്ചിരിക്കുന്നത് കൊണ്ട്, ക്ഷയിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ. കാരണം എന്താ? നമുക്ക് ജീവിതത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പറയുക, നിന്റെ ശിരസിലെ, കർത്താവ് പറഞ്ഞ വാക്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പറയുക, നിന്റെ ശിരസിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, കർത്താവ് അറിയാതെ കൊഴിയുകയില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച കർത്താവിന്റെ വചനം വിശ്വസിക്കണമോ? അതോ നിന്റെ ജീവിതത്തിലേക്ക് വന്ന സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ എല്ലാം ഈ കൂടോത്രത്തിന്റെ ഫലമാണെന്ന് പറയുന്നത് വിശ്വസിക്കുന്നത്? ഏതാണ് എളുപ്പം? നമുക്കൊക്കെ എളുപ്പം കൂടോത്രം എന്ന് പറയാനുള്ളൂ. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇത് എടുക്കുക മാത്രമല്ല, ഇത് അപ്പുറത്തെ വീട്ടുകാർ ചെയ്തതാണ്, ഇപ്പുറത്തെ വീട്ടുകാർ ചെയ്തതാണ്, അല്ലെങ്കിൽ ബന്ധുക്കൾ ചെയ്തതാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ, ജന്മം മുഴുവനും നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റുമോ? എൻ്റെ കുടുംബത്തെ ആർക്കാൻ വേണ്ടി കൂടോത്രം ചെയ്ത് അവനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ? അല്ലെ എൻ്റെ സഹോദരനാണെങ്കിൽ കൂടെ എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്തവൻ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ആ ജന്മശത്രുത നമ്മളിൽ വളർത്തും. ആ ജന്മശത്രുത മറ്റുള്ളവരോട് മുഴുവൻ, ചുറ്റുമുള്ളവർ മുഴുവൻ ശത്രുക്കളാണെന്ന് കാണാൻ.
നേരെ മറിച്ച് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ സർവശക്തനായ ദൈവം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ, എന്നെ അപ്പനെ പോലെ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എൻ്റെ അപ്പൻ അറിയാതെ വരികയില്ല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് എപ്പോഴാ കഴിയുക? തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ തിരുലിഖിതം, ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. പീഡനങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാവും. നമ്മൾ ഈ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ മാനസാന്തര ജീവിതത്തിലേക്ക് വരുമ്പോഴും യേശുവിനെ, ദൈവത്തെ അറിഞ്ഞുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിക്കുമ്പോഴും ഒക്കെ എല്ലാം അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് സഹനമെടുത്ത് മാറ്റുന്നു എന്ന് ആരും വിചാരിക്കണ്ട. സഹനങ്ങളുണ്ടാവും, പക്ഷേ അതോടൊപ്പം സഹിക്കാനുള്ള കരുത്ത് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തരുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം. നമ്മുടെ ജീവിതം നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമുള്ള ഒരു കുരിശ് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയില്ല. കാരണം അവൻ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവാണ്. ജോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, നീതിമാനായ ജോബ്. ജോബിന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ? ജോബ് പാപം ചെയ്തിട്ടല്ല, മറ്റുള്ളവർക്ക് ജോബിന് വേണ്ടി കൊടുക്കുന്നതുമല്ല, മറിച്ച് ജോബിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ ദൈവത്തിന്റെ മുമ്പിൽ വെല്ലുവിളി നടത്തുമ്പോഴാണ് ജോബിന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുന്നത്. ജോബ് നീതിമാനായി ജീവിക്കുന്നു, നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നു. അപ്പോഴാണ് ദൈവദൂതൻ ഒരുമിച്ച് കൂടുമ്പോൾ സാത്താൻ പറയുക, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ചുറ്റിക്കറങ്ങി വരുന്നു. നീ എൻ്റെ ദാസൻ ജോബിനെ കണ്ടോ? ഉവ്വ, ഞാൻ കണ്ടു. അവനെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആരുമില്ല. ദൈവം വെല്ലുവിളി നടത്താൻ തുടങ്ങി. അവനെ പോലെ എന്നെ സ്നേഹിക്കുന്നവർ വേറെ ആരുമില്ല. ദൈവം അവനെ വെല്ലുവിളി നടത്താൻ തുടങ്ങി. അപ്പൊ സാത്താൻ തിരിച്ചു വെല്ലുവിളിക്കുകയാണ്. ഉവ്വ, അവന് ആവശ്യത്തിന് സമ്പത്തും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ അവൻ നിന്നെ ഭയപ്പെടാതിരിക്കുക? അതൊന്ന് എടുത്തു മാറ്റി നോക്കൂ, അപ്പൊ കാണാവുന്നതാണ്. ദൈവം വെല്ലുവിളി ഏറ്റെടുക്കുക. നീ എടുക്ക്, അവന്റെ ജീവനിൽ കൈവെക്കരുത്. അപ്പൊ പിന്നീട് കാണുന്ന ജോബിന്റെ ജീവിതത്തിലെ സ്വത്തുക്കളൊക്കെ ഓരോന്നും പെട്ടെന്ന് ഇല്ലാതെ ഇത് ശാപമാണ്, ഇത് ദൈവശാപമാണ്. നീ പാപം ചെയ്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോബിന്റെ കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ ജോബിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജോബ് എപ്പോഴും ദൈവം തന്നു, ദൈവം കൊടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ തവണയും ഇതേപോലെ ദൂതന്മാരും വിശുദ്ധരും എല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ സാത്താൻ പിന്നെയും വന്നപ്പോൾ ദൈവം ചോദിച്ചു, എന്തായി? പോയിട്ടാ, നീ ഇവിടെ ഞാൻ ഭൂമിയിൽ നിന്ന് വരിക, എന്തായി? ജോബിനെ കണ്ടോ? അവന്റെ സ്വത്തുക്കളെല്ലാം നീ എടുത്തില്ലേ? എന്നിട്ട് എന്തായി? എന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ജോബിനെ പ്രതി സാത്താന്റെ മുമ്പിൽ അഹങ്കരിക്കുക. അപ്പോൾ സാത്താൻ പിന്നെ അടുത്ത വെല്ലുവിളി, അവന്റെ ശരീരത്തിൽ, അവന് സ്വത്ത് പോയെന്ന് പറഞ്ഞ ആരും പോയില്ല, അവന്റെ ശരീരത്തിലൊന്ന് തൊട്ടു നോക്കൂ. ദൈവം പറഞ്ഞു, നീ തൊട്ടു, പക്ഷെ അവന്റെ ജീവനിൽ നീ തൊട്ടു പോകരുതെന്ന് പറയാം. പിന്നെ നമ്മൾ കാണുന്ന ജോബിന്റെ ജീവിതത്തിലെ എന്താ പറയാ, രോഗപീഠകൾ ഓരോന്നാണ്. ഇല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ തകർച്ചകൾ എന്ന് പറയുന്നത് പ്രധാനമായും സാമ്പത്തിക മേഖലയിലെ തകർച്ചകൾ വരുമ്പോൾ നമ്മൾ പറയും, ഇതെന്തൊരു ശാപമാ. നേരത്തെ പറഞ്ഞ പോലെ 7 തലമുറകൾക്ക് മുമ്പുള്ള പാപത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും. കർത്താവിന്റെ ശാപം 7 തലമുറകളോളം നിലനിൽക്കും എന്നുള്ള വചനം ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കാരുണ്യം 1000 തലമുറകളോളം നിലനിൽക്കും എന്നുള്ള വചനം എന്തേ നമ്മൾ മറന്നു പോകുന്നു? ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും 7 തലമുറയിൽ 1000 തലമുറകളോളം നിലനിൽക്കും എന്നുള്ള കാര്യം, ആ സത്യം എന്തേ നമ്മൾ മറന്നു പോകുന്നു? അത് മറന്നു പോകുന്നതല്ലേ നമ്മളെ ഇങ്ങനെയുള്ള ചൂഷണത്തിന് നമ്മൾ വിധേയരായി പോകുന്നതിന്റെ കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കുന്ന പിതാവാണെന്ന് ഇതേ പഠിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല.
ജോബിന്റെ ജീവിതത്തിലും ഇങ്ങനെ കടന്നു വന്ന സഹനങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ശാപമാണ്, ശാപമാണ്, രോഗം ശാപമാണ്. നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ഒക്കെ ചില രോഗങ്ങൾ വരുമ്പോൾ അത് ശാപമായിട്ട് കാണുന്നില്ല. എന്തേ അങ്ങനെ കാണാൻ പഠിക്കുന്നു? എന്തേ അങ്ങനെ കാണാൻ പഠിക്കുന്നു? സഹനങ്ങളെ പറയാണ് ഒരിക്കലും വിട്ടുപോകാതിരിക്കത്തക്ക മനുഷ്യ, ഇനിയെങ്കിലും ദൈവത്തെ ശപിച്ചിട്ട് ഒന്ന് മരിച്ചുകൂടേടോ എന്ന് ചോദിക്കണ ഒന്ന് ഓർത്തു നോക്കേ. നമ്മുടെ ഏറ്റവും ഇന്റിമേറ്റാണ് എന്ന് വിചാരിക്കുന്നവൻ അല്ലെങ്കിൽ വിചാരിക്കുന്നവർ നമ്മുടെ അടുക്കിലേക്ക് പറയുക, ഇനിയെങ്കിലും നീ ഒന്ന് ദൈവത്തെ ശപിച്ചിട്ട് നീ ഒന്ന് മനുഷ്യ എന്ന് പറയാ. നീ വിശ്വസിക്കുന്ന വിശ്വാസം എവിടെ? നീ പള്ളിയിൽ പോയിട്ട് എന്താ ഫലമുള്ളേ? നീ പ്രാർത്ഥനക്കാരത്തിയായിട്ട് എന്താ ഫലമുള്ളേ? ധ്യാനം കൂടാൻ പോയിട്ട് എന്താ? ജീവിതത്തിലേക്ക് ഇങ്ങനെ സഹനങ്ങളല്ലേ വരുന്നത്. ജോബിന്റെ പുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ്. സഹനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സഹനം. എൻ്റെ പിതാവ് അറിയാതെ വരുന്നില്ല. എൻ്റെ പിതാവ് അറിയാതെ എൻ്റെ ശിരസിൽ ഒരു മുടിനാരിയുടെ പോലും കൊഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ സഹനം എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വെച്ച് നീട്ടിയത് എന്നെ പ്രതി, എൻ്റെ കൃപകളെ പ്രതി, എന്നിലുള്ള നന്മയെ പ്രതി ഒരുപക്ഷെ ദൈവം സാത്താനുമായി നടത്തുന്ന വെല്ലുവിളിയുടെ അടയാളമാണ് എൻ്റെ ഈ സഹനമെന്ന് കാണാൻ കഴിയണം. എൻ്റെ സഹനമെന്ന് കാണാൻ കഴിയണം. എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ദൈവം സാത്താന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്ന വെല്ലുവിളിയാണ് എൻ്റെ ജീവിതത്തിലെ ഈ സഹനമെന്ന് കാണാൻ എന്തേ നമുക്ക് കഴിയാതെ പോകുന്നു? ചിലപ്പോഴൊക്കെ എല്ലാം നമുക്ക് ഉത്തരം കിട്ടാത്ത സന്ദർഭങ്ങളുണ്ടാകും. നീതിമാന്റെ സഹനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്തുന്നത് ആ കുരിശിൽ മാത്രമാണ്. നീതിമാന്റെ സഹനത്തിന്റെ ഉത്തരം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലെടുക്കേണ്ട കാര്യം, എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്. എൻ്റെ അപ്പനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദുരിതവും വന്നിട്ടുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ എല്ലാ സഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർ നൽകുന്നതായിക്കൊള്ളട്ടെ, ദൈവം നൽകുന്നതായിക്കൊള്ളട്ടെ, ഏതെല്ലാം ദുരിതങ്ങളും സഹനങ്ങളും വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് എന്നെ പ്രതിയുള്ള എൻ്റെ ദൈവത്തിൻ്റെ അഹങ്കാരമാണ്. സാത്താൻ്റെ മുമ്പുള്ള അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. എൻ്റെ ദൈവമേ, ഞാൻ തളർന്നു പോകാതിരിക്കാനുള്ള കരുത്ത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ല, സഹനം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്നല്ല പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് സഹനങ്ങളിൽ തളരാതിരിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ എന്ന്. കാരണം യേശു കുരിശ് ചുമന്ന സമയത്ത് ഒരു ശിമയോൻ ഈശോയെ സഹായിക്കാനുണ്ടായിരുന്നു. നീ കുരിശ് ചുമക്കുന്ന സമയത്ത് ഈശോ നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെ ഉണ്ടാവും കുഞ്ഞെ. യേശു കുരിശ് ചുമന്നപ്പോൾ തളരാതിരിക്കാൻ ഒരു ശിമയോൻ താങ്ങായി നിന്നെങ്കിൽ, നീ കുരിശ് ചുമക്കുമ്പോൾ നീ തളരാതിരിക്കാൻ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു അവബോധത്തിലേക്ക് നമ്മളെല്ലാവരും വളരണം പ്രിയപ്പെട്ടവരെ. അവിടെയാണ് അഭിഷേകം നിറയുക, അവിടെയാണ് ദൈവസ്നേഹം നിറയുക, അവിടെയാണ് ഓരോരോ പൈതലിലും നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് എന്നെ വിട്ടും വെച്ചു പോകുന്ന, സഹനത്തിൽ വിട്ടും വെച്ചും പോകുന്ന ഒരു ദൈവമല്ല. എന്നെ എപ്പോഴും എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ അപ്പൻ എന്നുള്ളൊരു അവബോധം. അതിനെ വിളിക്കുന്ന പേരാണ് ആപാനുഭവം. ഈശോയ്ക്ക് അതാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ ജീവിതത്തിൽ എല്ലാ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും ഈശോ പിൻവലിയും. എങ്ങോട്ടേക്ക്? അപ്പൻ്റെ അടുത്തേക്ക്. ഒരു ദിവസം മുഴുവൻ പ്രവർത്തനങ്ങൾ വ്യാപൃതനായതിനു ശേഷവും രാത്രിയാമങ്ങളിൽ പോകും. എവിടെ? വിജനപ്രദേശത്തേക്കോ മലമുകളിലേക്കോ. എന്തിനാ? അപ്പനോട് സംഭാഷിക്കണം. അപ്പ, ഞാൻ ചെയ്തത് ശരിയാണോ? ഇന്ന് ചെയ്തത് എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ? നാളത്തെക്കുറിച്ചുള്ള ആലോചനയും അപ്പനോട് ആലോചിക്കുന്നു. അതുകൊണ്ട് സഹനത്തിന്റെ സമയത്ത് അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അവബോധം യേശുവിൽ ഉണ്ടായത് കൊണ്ടാണ് പിറ്റേന്ന് കുരിശിൽ തൂങ്ങി മരിക്കുവാൻ മരണത്തെക്കുറിച്ചുള്ള ധ്യാനം ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഓടിപ്പോവുകയാ. എങ്ങോട്ട്? ഗെത്സമനിലേക്ക് ഓടിപ്പോയി. ഗെത്സമൻ തോട്ടത്തില് പിതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാ, അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. അപ്പൻ
അപ്പനുള്ളത് അപ്പന് കഴിയും. അപ്പ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. യേശുവിൻ്റെ ആ വേദനയുടെ നിമിഷങ്ങളാണ്. ഉടനെ വന്നെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, നിങ്ങളുടെ നാട്ടുകാരനാണ് ഞാൻ, നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ നൊമ്പരവും വേദനയും ഒക്കെ പേറുന്നവരാണ്. ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം, ചിലർക്ക് കടബാധ്യതകളുണ്ടാവാം, ചിലർക്ക് ചില രോഗപീഠകളുണ്ടാവാം, ചില അപകട മരണങ്ങളും പലവിധ മരണങ്ങളും വിഷമിക്കുന്നവരുണ്ടാവാം, ചില മക്കളുടെ വഴിതെറ്റി ജീവിതത്തെപ്പറ്റി വിഷമിക്കുന്നവരുണ്ടാവാം, തെറ്റായ ചില അനുഭവങ്ങളുടെ ഭാരവും പേര് നടക്കുന്നവരുണ്ടാവാം. നമ്മൾ ഇവിടെ ഈ തകർച്ചയുടെ നിമിഷങ്ങളിലൊക്കെ എല്ലാം നമ്മൾ ചെന്ന് അഭയം തേടേണ്ടത് മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിയിലോ ആത്മഹത്യയിലോ ഒന്നുമല്ല. ചെന്ന് ചേരേണ്ടത് ആ ക്രൂശിതൻ്റെ മുമ്പിലേക്കാണ്.